എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ക്യാരറ്റ് നേന്ത്രക്കായ അവിയലാണ്. അതിനായി 250 ഗ്രാം ക്യാരറ്റ്, ഒരു വലിയ നേന്ത്രക്കായ എന്നിവയെടുത്ത് ഈ രീതിയിൽ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കുക. നേന്ത്രക്കായ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കറ കളയുന്നതിനായി ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിടുക. അതിനുശേഷം വേവിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ക്യാരറ്റും നേന്ത്രക്കായയും മാറ്റുക. രണ്ടും കൂടെ ഒരു 500 ഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കല്ലുപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ വെള്ളം വാർന്നു വന്നിരിക്കുന്നതായി കാണാം. ഈ വെള്ളമാണ് നമ്മൾ വേവിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നീട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ചേർത്താൽ മതിയാകും. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാൻ വയ്ക്കുക. ഒരു പാത്രത്തിൽ 2 സ്പൂൺ വെള്ളമെടുത്ത് അതിലേക്ക് നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ചേർത്ത് വയ്ക്കുക. ഇനി അരപ്പ് തയ്യാറാക്കാൻ 1 ഗ്ലാസ് നാളികേരം, അതിലേക്ക് 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ജീരകം, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് മിക്സിയിൽ ഒരു പ്രാവശ്യം മാത്രം കറക്കിയെടുക്കുക. പാത്രം തുറന്ന് നോക്കിയാൽ കഷ്ണങ്ങൾ കുറച്ചുകൂടി വേകാനുണ്ട്. ഒന്നുകൂടെ അടച്ചു വയ്ക്കുക. ഈ സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം ചേർക്കാവുന്നതാണ്. തീ സിമ്മിലിട്ട് വേണം വേവിച്ചെടുക്കുന്നതിനായി, അല്ലെങ്കിൽ കഷ്ണങ്ങൾ കരിഞ്ഞു പോകും. അതിനുശേഷം കഷ്ണങ്ങൾ വെന്തതിന് ശേഷം പുളി ഒഴിക്കുക. പുളി ഒഴിച്ച് ഇളക്കി അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കിയാൽ കഷ്ണങ്ങൾ വെന്തിരിക്കുന്നതായി കാണാം. അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന നാളികേരം, 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ക്യാരറ്റ് നേന്ത്രക്കായ അവിയൽ തയ്യാറായിട്ടുണ്ട്. വളരെ പോഷകമൂല്യവും സ്വാദിഷ്ടവുമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.